ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. SKSSF ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന മനുഷ്യജാലികയുടെ പ്രചരണാർത്ഥം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജാലിക പ്രയാണത്തിന് ദേശമംഗലത്ത് സ്വീകരണം നൽകി. MLA UR പ്രദീപ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയവുമായി റിപ്പബ്ലിക് ദിനത്തിൽ SKSSF ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന മനുഷ്യജാലികയുടെ പ്രചരണാർത്ഥം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SKSSF സംസ്ഥാന ട്രഷറർ ബഷീർ ഫൈസി ദേശമംഗലവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ മുഹ്യുദ്ദീൻ ഹുദവിയും നയിക്കുന്ന ജാലിക പ്രയാണം ജനുവരി 18-19 തീയതികളിലായി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തുന്നു. പര്യടനത്തിന്റെ ഭാഗമായി ദേശമംഗലത്ത് എത്തിച്ചേർന്ന ജാലിക പ്രയാണത്തിന്റെ സ്വീകരണ സമ്മേളനം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ആ രാജ്യത്താണ് ഭയത്തോടെ ഇന്ന് ജനം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളാവട്ടെ, പട്ടികജാതിക്കാരാവട്ടെ, ഈ രാജ്യത്തിനകത്ത് എന്ത് സുരക്ഷ ഉണ്ട്? രാജ്യത്തിന്റെ പണമെടുത്ത് ചില മതസ്ഥാപനങ്ങൾക്ക് കൊടുത്ത് ആ സ്ഥാപനങ്ങളെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രാജ്യത്തിന്റെ പട്ടിണിയാണെങ്കിൽ ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്ത് ഇടപെടൽ നടത്തുന്നു? നിങ്ങൾ ചില മതത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി പൊതുപണം എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ പാവപ്പെട്ട ആളുകൾ ഓരോ ദിവസം പട്ടിണി കൂടുന്നു. ഒരു ദിവസം നിങ്ങളുടെ അന്വേഷണ പ്രകാരമുള്ള കണക്ക് പ്രകാരം എടുത്ത് പരിശോധിച്ചാൽ തന്നെ നോക്കൂ, 7000 ആളുകൾ ദിനം പ്രതി മരിച്ചു വീഴുന്നു പട്ടിണി കൊണ്ട്. എന്ത് നടപടി സ്വീകരിച്ചു? 24 ലക്ഷം പേർ ഒരു ദിവസം അന്തി ഉറങ്ങുന്നത് പച്ചവെള്ളം കുടിച്ചാണ്. എന്ത് നടപടി സ്വീകരിച്ചു? പാവപ്പെട്ട ആളുകൾ കൈനീട്ടി നിൽക്കുന്നു. നിങ്ങൾ ഈ പട്ടിണിക്ക് എതിരായി എന്ത് പ്രവർത്തനം നടത്തി? കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലുള്ളപ്പോ ഏതെങ്കിലും ഒരു വർഷം പട്ടിണി രാജ്യങ്ങളുടെ മത്സരിച്ചാണ് മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് പുറകോട്ട് വരാൻ നിങ്ങൾ എന്ത് ഇടപെടൽ നടത്തി? ന്യായമായ ചോദ്യമാണ് ഇവിടെ സാധാരണക്കാരൻ ഉന്നയിക്കുന്നത്. എന്നാൽ അതിനുവേണ്ടി യാതൊരു ഇടപെടലും നടത്താതെ ഇത്ര വിഡ്ഢിത്തരങ്ങൾ എല്ലാ കിട്ടുന്ന വേദികളെല്ലാം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളമ്പി പോയിക്കൊണ്ടിരിക്കുന്നു. പട്ടിണി മാറ്റാൻ മാത്രമല്ല, ഇവിടെ രാജ്യത്തിന്റെ ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയും രാജ്യത്തിലെ സാധാരണക്കാരൻ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയും എല്ലാം എന്ത് ഇടപെടൽ നടത്തി? ദേശമംഗലം സെന്ററിൽ ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ CM അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് ഷാഹിദ് കോയത്തങ്ങൾ, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഷിഹാബുദ്ദീൻ അൻവരി ആമുഖ പ്രഭാഷണവും അൻവർ മുഹ്യുദ്ദീൻ ഹുദവി മുഖ്യപ്രഭാഷണവും നടത്തി. സമസ്തയുടെയും പോഷകങ്ങളുടെയും നേതാക്കളായ അജ്മൽ ഭാഗവി, TS മമ്മി, അഡ്വക്കേറ്റ് ഷെഫീഖ്, മുസ്തഫ പള്ളത്ത്, TP ഹംസ, CPIM പ്രതിനിധി KS ദിലീപ്, K ഇസ്മായിൽ, ഗാജ മുഹിനുദ്ദീൻ, മുജീബ് കറ്റുവട്ടൂർ, MH മുനീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയവുമായി ജനുവരി 26-ന് നടത്തുന്ന 19ാമത് മനുഷ്യജാലിക തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലപ്പള്ളി മേഖലയിലെ വരന്തരപ്പള്ളിയിൽ വച്ചാണ് നടക്കുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം.